ശുഭനാർ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങാൻ വേണ്ടി നമ്മൾ ഡെക്കറേഷൻസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ 4 പേരും കൂടെ വൈകുന്നേരം, ഇന്ന് സൺഡേ ആയിരുന്നല്ലോ, മോൾക്ക് നല്ല എക്സാം ഉണ്ട് എങ്കിലും ഇത്രയും നേരമൊക്കെ ഇരുന്ന് പഠിച്ചത് കൊണ്ട് വൈകുന്നേരം ഞങ്ങൾ വെറുതെ ഒന്ന് ടൗണിലേക്ക് ഇറങ്ങി. പക്ഷേ എൻ്റെ അമ്മ അവിടെ ചെന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതിൻ്റെയൊക്കെ 4 ഇരട്ടി വിലയായിരുന്നു കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും സാധനമൊന്നും അതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റിയില്ല, ഇവരെന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചില്ല. പക്ഷേ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. വഴിനീളെ ഇന്ന് സൺഡേ ആണെങ്കിലും എല്ലാ വഴിയോരത്തും എല്ലായിടത്തും എല്ലാ പ്രാവശ്യവും ആലപ്പാട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങളെല്ലാ പ്രാവശ്യവും അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വഴി സൈഡിൽ എല്ലാം സ്റ്റാറും തോരണങ്ങളും അതിന് വേണ്ട ഡെക്കറേഷന് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ നിന്നാണ് എല്ലാ പ്രാവശ്യവും വാങ്ങിക്കുന്നത്. പക്ഷേ സ്റ്റാർ മാത്രം ഈ പ്രാവശ്യം വാങ്ങിച്ചില്ല കേട്ടോ. 2 വർഷം മുന്നേ വാങ്ങിച്ച സ്റ്റാർ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ഈ മാല ബൾബൊന്നും ഈ പ്രാവശ്യം കണ്ടില്ല കേട്ടോ. അതുകൊണ്ട് അതുമെല്ലാം വാങ്ങിച്ചു. ഈ മക്കൾസ് കുഞ്ഞായിരുന്നപ്പം മുതൽ ഇവർ ഇങ്ങനെ നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ വക സ്കൂളിലാണ് LKG മുതൽ 2 പേരും പഠിച്ചത്. അതുകൊണ്ട് ഇവർക്ക് ഒരു പ്രത്യേക ഒരു ഇതാകട്ടോ, ഇപ്പോഴും കുഞ്ഞു പിള്ളേരെ പോലെ ഇപ്പോഴും അവർക്ക് ഇങ്ങനെ ക്രിസ്മസ് ആകുമ്പോഴേക്കും ഭയങ്കര ഒരു സന്തോഷമാണ്. കുറേ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട്, അമ്മേ ഇത് വാങ്ങിക്കാൻ പോകണ്ടേന്ന്. പക്ഷേ കാർത്തിക ഒന്ന് കഴിയട്ടെ എന്ന് കരുതിയാണ് ഞാനിരുന്നത്. ഇനിയും ദിവസങ്ങൾ കിടപ്പുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഇന്ന് പോയി വാങ്ങിക്കാമെന്ന് കരുതി. മാലയ്ക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 50 രൂപയൊക്കെ ആയിരുന്നു, ഈ പ്രാവശ്യം 100 രൂപയൊക്കെയാണ് പറയുന്നത്. പിന്നെ എനിക്ക് ഈ പുൽക്കൂട് പോലത്തെ അത് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിന് ഭയങ്കര വിലയായിരുന്നു, അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കാതെ പോന്നു. പിന്നെ ഇതുപോലത്തെ സ്റ്റാർ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ നമ്മൾ അവർക്ക് തോന്നുന്ന വിലയാണ് അവർ പറയുന്നത് കേട്ടോ. നമ്മൾ 2 സ്ഥലങ്ങളിൽ പോയത് വാങ്ങിക്കാനൊക്കെ. പക്ഷേ ഇവിടെയാണ് ഒരു ശകലം, ശീമാട്ടിയുടെ ഫ്രണ്ടിൽ ഇവിടെയാണ് ഒരു ശകലം വിലക്കുറവ് പോലെ നമുക്ക് തോന്നിയത്. എങ്കിലും എല്ലാ പ്രാവശ്യത്തെക്കാട്ടിലും ഭയങ്കര വില തന്നെയായിരുന്നു. എങ്കിലും നമുക്ക് ആ ഒരു ക്രിസ്മസ് ആകുമ്പോഴേക്കും അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും എനിക്കിതൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് കേട്ടോ. കാരണം ഞാനിതിനൊക്കെ മുന്നിൽ നിൽക്കുവേ. എന്തായാലും മക്കൾ ഇപ്പം ഞങ്ങൾ 4 പേരും അതിനോടൊരു ഇതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 2 പേരും കൂടി തന്നെയാണ് പോയി വാങ്ങിച്ച് എല്ലാം അലങ്കരിച്ചത്. ഈ പ്രാവശ്യം ഏതായാലും പിള്ളേരും കൂടെ വന്നിട്ട് എല്ലാവരും അവർക്കിഷ്ടമുള്ള ഡെക്കറേഷൻസ് എല്ലാം അവർ നോക്കി വാങ്ങിച്ചു. പിന്നെ ഈ ചെറിയ ട്രീയാണ് വാങ്ങിച്ചത് കേട്ടോ. നമുക്കിവിടെ ട്രീ ഉണ്ടായിരുന്നു. ആ ട്രീ ഇപ്പോൾ നോക്കിയപ്പോഴേക്കും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പോയി. അതായത് ഒരു 4-5 വർഷം മുന്നേ വാങ്ങിച്ച ട്രീ ആയിരുന്നു. അത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നതായിരുന്നു. അത് ഇന്നലെ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഇതൊക്കെ പോയ പോലെ ഇരുന്നു. ഈ റീത്തൊക്കെ എനിക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എന്നെക്കൊണ്ട് ഇവരൊന്നും വാങ്ങിപ്പിച്ചില്ല. റീത്തും മറ്റേ ഇങ്ങനെ വീട് പോലെ ചെറിയ, അതിനെന്താ പറയുന്നത്, അതൊക്കെ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഭയങ്കര വിലയായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി പിള്ളേരെല്ലാം 2 പേരും കൂടെ, അവർ 3 പേരും കൂടെയാണ് കേട്ടോ ചെയ്തത്. പിള്ളേരിതെല്ലാം ശരിയാക്കി. അപ്പോഴേക്കും വയറൊക്കെ എടുത്ത് കണക്ട് ചെയ്ത് ഇതിൻ്റെ കരണ്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ശരിയാക്കി കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ വാങ്ങിച്ച ട്രീ. ഇതിന് 500 രൂപ എങ്ങാണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരുമാതിരി ട്രീക്ക് വലിയ കുഴപ്പമില്ലാത്ത വിലയായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഒരുമാതിരി വലിപ്പമുള്ള നല്ല ട്രീ ആയിരുന്നു കേട്ടോ. അതിന് ഈ പറയുന്ന അതുപോലത്തെ, കാരണം ഇതിൻ്റെ ചെറുതായിരുന്നു നമ്മുടെ കയ്യിലിരുന്നത്. അതിന് അന്ന് ഏകദേശം ഈ വിലയൊക്കെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ട്രീ കുഴപ്പമില്ല കേട്ടോ, നല്ല ഒരു ട്രീയും ആയിരുന്നു. ആവശ്യത്തിനുള്ള ഇത് കണ്ടോ, ഇത്രയും ഒരു വലിപ്പമുള്ള ട്രീ കേട്ടോ. അപ്പോൾ ഇത് മതിയെന്ന് നമ്മൾ തീരുമാനിച്ചാണ് ഇത് വാങ്ങിച്ചത്. പിന്നെ ഇത് സെറ്റ് ചെയ്യാനും ഇതിൻ്റെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇതാകട്ടോ. ഇത്രയും സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ. കാണുമ്പോൾ ഇത് വലിയ ഒരുപാട് സാധനങ്ങളില്ലെന്ന് തോന്നും. പക്ഷേ എല്ലാം എടുത്ത് വെച്ച് വന്നപ്പോൾ ഈ ട്രീക്ക് അലങ്കരിക്കുന്നതിലും കൂടുതൽ
സാധനങ്ങളുള്ള പോലെ തോന്നി കേട്ടോ. പിന്നെ മോളിതാണ്ട് അതിൻ്റെ മാല വാങ്ങിച്ചത് ഇങ്ങനെയെല്ലാം അലങ്കരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനിതിലൊന്നും കൂടായിരുന്നേ. അല്ല, എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതെല്ലാം കണ്ടുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇതാ ഇവിടെ ചാരി നിൽപ്പുണ്ട്. നമ്മുടെ തൂണിൻ്റെ അവിടെ ഇങ്ങനെ ചാരി നിൽപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടോ എന്ത് രസമല്ലേ. എനിക്ക് ഈ ട്രീയെ കുറേയും കൂടെ വലുതാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ബാക്കി സാധനങ്ങളും എല്ലാം കൂടെ വാങ്ങിച്ച് വന്നപ്പോൾ ഒരുപാട് രൂപയായതും കൊണ്ട് ഇവരൊന്നും സമ്മതിച്ചില്ല വാങ്ങിക്കാനായിട്ട്. കണ്ടോ നല്ല രസമില്ലേ കാണാനായിട്ട്. അതിൻ്റെ ബെല്ലൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ കുറേ സ്റ്റാർ, ചെറിയ ചെറിയ സ്റ്റാറുണ്ട്. പിന്നെ ബലൂൺ പോലെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ അതേ ഇതിൻ്റെ കരണ്ടൊക്കെ ഇങ്ങനെ നമുക്ക് ആക്കി തന്നു. അപ്പോഴേക്കും നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ട്രീ സെറ്റായി. അപ്പോൾ ഞാൻ വെളിയിൽ മുറ്റത്തിറങ്ങി നിന്നുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ ഞാൻ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇതാ ഈ ബാമ്പൂ നിൽക്കുന്നതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ സ്റ്റാർ സെറ്റ് ചെയ്തു. അപ്പോൾ ഇത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ ഇത് എത്രത്തോളം ഇതിൻ്റെ ഭംഗി കിട്ടുമെന്നറിയില്ല, എങ്കിലും നമ്മൾ അടുത്ത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഒരുക്കങ്ങൾ എവിടം വരെ ആയി? എല്ലാവർക്കും, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ക്രിസ്മസും നല്ലൊരു ന്യൂ ഇയറും. നമ്മൾക്ക് ഡിസംബർ മാസം എന്ന് പറയുന്ന ഭയങ്കര ഒരു സന്തോഷമുള്ള മാസമല്ലേ ഡിസംബർ. അതായത് ക്രിസ്മസ് ഉണ്ട്, മഞ്ഞുകാലം, അങ്ങനെ ഒത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാസമാണ് കേട്ടോ. അതുപോലെ നമ്മുടെ സ്കിന്നിനെയും സംരക്ഷിക്കേണ്ട ഒരു മാസമാണ്. ഏറ്റവും കൂടുതൽ സ്കിന്നിനെ സംരക്ഷിക്കേണ്ട മാസമാണ് മഞ്ഞുകാലം. പകലെല്ലാം വെയിലും രാവിലെ എല്ലാം തണുപ്പും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്, നമ്മുടെ പതിവ് വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ക്രിസ്മസ് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. ലാസ്റ്റ് വരെ കണ്ടുവന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പോൾ ബൈ.